ഹായ്. RRB റെയിൽവേ എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ വർക്കൗട്ടിന്റെ 6th സെഷനാണിത്. നമ്മളിതിന് മുമ്പ് ഓൾറെഡി റെയിൽവേയുടെ കുറേ സെഷൻസ് ചെയ്ത് കഴിഞ്ഞു. സോ ആ ഒരു സെഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ RPFന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് RPFന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റെയിൽവേയുടെ എക്സാംസിലേക്ക് വരുമ്പോൾ RPFും ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും എളുപ്പമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ALPയിലേക്കും NTPSയിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ ഒരു എന്താ പറയുക, ഡയറക്ട്ലി ഒരു വലിയ ടഫ് ക്വസ്റ്റൻസിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റൻസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം റെയിൽവേയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ എക്സാമിന്റെ ക്വസ്റ്റൻസും എല്ലാ റെയിൽവേ നടത്തുന്ന എക്സാംസിന്റെ ക്വസ്റ്റൻസും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും വരായിരിക്കുന്ന ഈ വർഷം നിങ്ങൾക്കറിയാം ഒരുപാട് റെയിൽവേ എക്സാംസ് ഉണ്ട്. സോ എക്സാംസിന്റെ എല്ലാ എക്സാംസും അത്യാവശ്യം നല്ലപോലെ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ക്വസ്റ്റൻസ് നല്ലപോലെ ഫെമിലിയർ ആക്കി നിങ്ങൾക്ക് ആ ടോപ്പിക് ഒക്കെ നല്ല ഫെമിലിയർ ആക്കി നിങ്ങൾക്ക് ആ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരായിരിക്കുന്ന എക്സാംസിലെ എല്ലാ ക്വസ്റ്റൻസിനെയും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ കൂടി നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. സോ ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സാമിനേഷൻ 35% ഓഫ് ദ സ്റ്റുഡൻസ് പാസ്. അപ്പം പാസ് ആയത് 35% സ്റ്റുഡൻസ് ആണ് പാസ് ആയത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഫെയിൽ ആയ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 65% ആയിരിക്കും. ഇനി 35% ഓഫ് ദ സ്റ്റുഡൻസ് പാസ് ആൻഡ് 455 ഫെയിൽഡ്. അപ്പം ഫെയിൽ ആയ സ്റ്റുഡൻസിന്റെ കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 455 സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയതെന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ആ 65% എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് 455 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് അപ്പിയർഡ് ഫോർ ദി എക്സാമിനേഷൻ, മൊത്തം എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്ത സ്റ്റുഡൻസ് എത്ര ആണ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100% എത്രയാണെന്ന് ചെക്ക് ചെയ്താൽ മതി. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 100% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 65% എന്ന് പറയുന്നതാണ് 455 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100% എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം 6 into 7 ചെയ്യുമ്പോഴാണ് നമുക്ക് ഓൾമോസ്റ്റ് 42 വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ 5 into 7 ചെയ്യുമ്പോൾ 35 വരും. സോ 420യും 35യും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 455 വരും. അപ്പോൾ 65 into 7 ചെയ്യുമ്പോഴാണ് നമുക്ക് 455 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 100 into 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 700 എന്ന് വരും. സോ 700 സ്റ്റുഡൻസ് ആണ് എക്സാം മൊത്തം അറ്റൻഡ് ചെയ്ത്. സോ ആൻസർ 700. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 700 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻ ആണ്. ഒന്ന്, ഈ ക്വസ്റ്റിനെ ചെയ്യേണ്ടത് നമ്മളതിനെ പ്രോപ്പർലി ഫുള്ളായിട്ട് സോൾവ് ചെയ്യല്. നമുക്ക് ഇവിടെ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നേക്കുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. A² മൈനസ് B² എന്നുള്ള കൺസെപ്റ്റിലാണ് നമുക്കത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A² മൈനസ് B², ഈവൻ നിങ്ങൾ അതിനെ സോൾവ് ചെയ്താൽ പോലും ആ ഒരു കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ലൈക്ക് A² മൈനസ് B²ന്റെ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. A² മൈനസ് B² എന്ന് പറഞ്ഞാൽ A മൈനസ് ബി ഇൻറ്റു A പ്ലസ് ബി ആണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അത് സോൾവ് ചെയ്യുവാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കല്. നിങ്ങൾ അതിനെ എടുക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിവിടെ ഇത് സോൾവ് ചെയ്യാതെ തന്നെ ആൻസർ മാർക്ക് ചെയ്യാം. വളരെ ഈസിയാണ്. എങ്ങനെ? ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. എല്ലാത്തിനും ഓപ്ഷന്റെ നമ്പേഴ്സ് സെയിം ആണ്, ഡെസിമൽസ് മാത്രമേ മാറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഇതിന്റെ ആൻസറിൽ എത്ര ഡെസിമൽ വരും എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ 2 നമ്പർ ഉണ്ട് പോയിന്റിന് മുമ്പ്, അതേപോലെ ഇവിടെയും പോയിന്റിന് മുമ്പ് 2 നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ 2 നമ്പറിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര നമ്പർ വരും എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം 2 നമ്പർ ആൻഡ് 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര നമ്പർ വരണം? 4 നമ്പർ വരണം. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചുമ്മാ ഏതെങ്കിലും 2 നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. ഇപ്പോൾ നമുക്കത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു നമ്പേഴ്സ് ഇപ്പോൾ എപ്പോഴും 4 എണ്ണം വരണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ 4 വരണമെന്ന് നിർബന്ധവും ഇല്ല. ബിക്കോസ് ചില നമ്പേഴ്സിലൊക്കെ നമുക്ക് ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ 4 വരത്തില്ല, 3 വരത്തുള്ളൂ. പക്ഷേ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ 4 വരും. സിമ്പിൾ ആയിട്ട് നമുക്കിപ്പം ഇവിടെ A മൈനസ് ബി ആൻഡ് A പ്ലസ് ബി തന്നെ യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് 68ന്റെ കൂടെ 31 നമ്മൾ പ്ലസ് ചെയ്യുവാണെങ്കിൽ അതെന്ന് പറയുന്നത് എത്ര വരും? 60 പ്ലസ് 3 90 ആൻഡ് 8 പ്ലസ് 1 9 വരും. നമുക്ക് ഇത് 31.7 ആണ്. ഈവൻ 2 എടുത്താൽ പോലും നമുക്കത് അറൌണ്ട് 100 അടുപ്പിച്ചായിരിക്കും വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. A പ്ലസ് ബി എന്ന് പറയുന്നത് A പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 100 അടുപ്പിച്ച് വരും. അതുപോലെ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ 68 മൈനസ് 31 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 68 നിന്ന് 30 മൈനസ് ചെയ്താൽ 38 എന്ന് വരും. 38 നിന്നൊരു 1ഓ 2ഓ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മൈനസ് ചെയ്യാം. ബിക്കോസ് 31.7 നമുക്ക് 32 എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ 32 മൈനസ് ചെയ്താൽ പോലും നമുക്കിവിടെ 38 32 മൈനസ് ചെയ്താൽ എത്ര വരും? 36 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ A മൈനസ് ബി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 36 എന്നായിരിക്കും വരുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. 36 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 3600 വരും. സോ ആൻസർ ഉറപ്പായിട്ടും ഇതിനേക്കാളും മുകളിലായിരിക്കും. ബിക്കോസ് നമ്മളിവിടെ 68 മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. ഇവിടെയും 31 32 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർലി കാണാം ഓപ്ഷൻ എ ആണ് ആൻസർ.
അപ്പോൾ നിങ്ങൾക്ക് ഒരു റേഞ്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ആൻസേഴ്സ് എല്ലാം തന്നെ 4 ഡിജിറ്റിൽ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ഫസ്റ്റോ ലാസ്റ്റോ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ അറിയാം 30 into 30 ചെയ്താൽ 900 വരും. അവിടെ 68 into 30 ആണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഈ പറയുന്നത് അതിനേക്കാളും വലിയ നമ്പർ വരും നമുക്ക് എടുക്കാൻ പറ്റും. സോ ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു അടുത്ത ട്രെയിനിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഈ ട്രെയിൻ 210 മീറ്റർ ലോങ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഈ ട്രെയിനിന്റെ ലെന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും. അപ്പോൾ ഈ ട്രെയിൻ 210 മീറ്റർ ലോങ് ഈസ് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 63 km/h. സോ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് 63 km/h എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവണം ദാറ്റ് ഇവിടെ യൂണിറ്റ് മീറ്ററും ഇവിടെ km/h ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ശ്രദ്ധിച്ചോണം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു പാസ് എ സിഗ്നൽ പോസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സിഗ്നൽ പോസ്റ്റിനെ പാസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സിഗ്നൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് വിഡ്ത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ, വലിയ വിഡ്ത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് തന്നെ ആയിരിക്കും, ട്രെയിനിന്റെ ലെന്ത് തന്നെ ആയിരിക്കും. സോ ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 210 ബൈ സ്പീഡ് എന്ന് പറയുന്നത് 63. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് km/h ആയതുകൊണ്ട് നമുക്ക് ഇതിനെ m/s ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇൻറ്റു 5/18 ചെയ്യണം. ആ 18 അങ്ങ് മുകളിൽ പോകും. സോ നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ 9 വെച്ച് ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 എന്നും ഇത് 7 വരും. 7ഉം 21ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 3 എന്ന് വരും. നമുക്ക് ഇവിടെ 5ഉം ഈ 0 എന്ന് പറയുന്നത് 10 ആണ്. സോ ആ 10ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ വീണ്ടും ഒരു 2 വരും. സോ അങ്ങനെയാണെങ്കിൽ 2 into 2 4, 4 into 3 നമുക്ക് 12 എന്ന് വരും. സോ 12 seconds ആണ് ആ ട്രെയിൻ ആ സിഗ്നൽ പോസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റൻ ആണ്. അതും കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ് ചോദിച്ചിരിക്കുന്നത്, ആനുവലി അല്ല ചോദിച്ചിരിക്കുന്നത്. സോ മണി ഇൻവെസ്റ്റഡ് റുപ്പീസ് 15,000. അപ്പം പ്രിൻസിപ്പൽ എന്ന് പറയുന്ന 15,000 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ മണി ഇൻവെസ്റ്റഡ് റുപ്പീസ് 15,000 വിത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 10% പെർ ആനം. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ് പെർ ആനം ഫോർ 1 year. അപ്പൊ ടൈം എന്ന് പറയുന്നത് ഒരു വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി if the interest is compounded half yearly, what amount will money get at the end of the year എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഹാഫ് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 10% ഒരു വർഷത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ 6 മാസത്തേക്ക് എത്ര ആയിരിക്കും, അതിന്റെ പകുതി ആയിരിക്കും. സോ 6% പെർ ആനം. ഇനി ഒരു വർഷത്തേക്കാണ് നമ്മളവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹാഫ് ഇയർലി ആയിട്ട് പോകുമ്പോൾ ഓരോ 6 മാസത്തിലും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എന്ന് പറയുമ്പോൾ 2 വട്ടം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് അതിനെ 2 terms എന്നായിരിക്കും എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് സെഷനിലും ഇതേപോലെ കോമ്പൗണ്ടേഴ്സ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തായിരുന്നു. അവിടെ ആനുവലി ആയിരുന്നു, ഇവിടെ ഹാഫ് ഇയർലി ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, പാസ്കൽസ് ട്രയാങ്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ടേഴ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ 2 terms എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏതായിരിക്കും, 11ന്റെ സ്ക്വയർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ 1 2 1 എന്നൊരു ഗ്യാപ്പ് വിട്ട് എഴുതുക. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു 15,000നെ 1ന്റെ താഴേക്ക് എഴുതുക. ആ 15,000ന്റെ 5% എടുത്ത് അടുത്ത നമ്പറിന്റെ താഴേക്ക് എഴുതുക. അപ്പൊ 15,000ന്റെ 10% 1,500. അപ്പൊ 5% അതിന്റെ പകുതി 750. ഇനി എന്ത് ചെയ്യുക, 750ന്റെ 5% എടുത്ത് 1ന്റെ താഴേക്ക് എഴുതുക. സോ അങ്ങനെയാണെങ്കിൽ 750ന്റെ 10% 75. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5% എന്ന് പറയുമ്പോൾ 75ന്റെ പകുതി. 75ന്റെ പകുതി എന്ന് പറയുമ്പോൾ അത് എത്ര വരും, 37.5 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ അവസാനം 7.5 വരുന്നതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞ് ഓപ്ഷൻ എ ഡയറക്ട്ലി മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആൻസർ എ ആണ് വരാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ നമുക്കവിടെ ഒന്ന് പ്രോപ്പർലി സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ 1 into 15,000 15,000, 2 into 7,000 2 into 750 നമുക്കത് 1,500 എന്ന് വരും. ആൻഡ് 1 into 37.5 37.5 തന്നെ വരും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15,000 plus 1,000 16,537.5 എന്ന ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാക്ട് അവിടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന ആൻസർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു നമ്പർ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 2 numbers are such that the ratio between them is 4:7. 2 നമ്പർ ഉണ്ട്, എയും ബിയും. ആ നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 4ഉം 7ഉം ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 4x ഉം 7x ഉം എടുക്കാം. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4, 2 നമ്പറും 4 വെച്ച് കൂട്ടുവാണെങ്കിൽ നമുക്ക് 2നെയും കൂടെ 4 വെച്ച് കൂട്ടാം. ദ റേഷ്യോ ബിക്കംസ് 3/5, 3:5. അപ്പൊ റേഷ്യോ, പുതിയ റേഷ്യോ എന്തായിരിക്കും, 3:5. ഫൈൻഡ് ദ ലാർജർ നമ്പർ. അപ്പൊ ലാർജർ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, ഈ 7x ആണ് ലാർജർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ x കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, ആ 7ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ.
അപ്പോൾ നേരെ ഓപ്ഷനിലേക്ക് വന്നിട്ട് 7ന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. അപ്പോൾ 36 അല്ല ആൻസർ, അതുപോലെ തന്നെ 64 അല്ല ആൻസർ, 48 അല്ല ആൻസർ, 56 ആണ് ആൻസർ. നോക്കിയാൽ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൻസർ മാർക്ക് ചെയ്തു. അപ്പോൾ എക്സാമിൽ എക്സാക്ട്ലി കൊടുത്തിരുന്ന ഓപ്ഷൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നത്. സോ എക്സാമിൽ ഇത് സോൾവ് ചെയ്യാതെ തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിൽ നിങ്ങൾ മാർക്കിന്റെ ഈ ഒരു അപ്രോച്ചസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇനി എനിവേസ് നമുക്ക് അതൊന്ന് സോൾവ് ചെയ്ത് ആൻസർ ഒന്ന് എടുക്കാം. സോ ഇതൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 20x + 20 = 21x + 3 × 4 12 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 21x - 20x നമുക്കത് വെറും x എന്ന് വരും. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് ഇത് 20യും 12ഉം മൈനസ് ചെയ്ത് നമുക്ക് എത്ര വരും? 8 എന്ന് വരും. സോ എക്സിന്റെ വാല്യൂ 8 എന്ന് വരും. നമുക്ക് ചോദിച്ചിരിക്കുന്ന 7x എത്ര എന്നാണ്. സോ 7 × 8 നമുക്ക് 56 എന്ന് വരും. 7 8s are 56. അപ്പോൾ നോക്കിക്കേ, അവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ആൻസർ, നമ്മളത് സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ എടുത്ത അതേ ആൻസർ തന്നെയാണ് നമുക്ക് വന്നത്. എക്സാക്ട്ലി സെയിം. ക്ലിയർ? സോ നമ്മൾ ഈ ഒരു സെഷനിലും റെയിൽവേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമുക്ക് ആ എക്സാമിൽ ആ ക്വസ്റ്റൻസിനെയൊക്കെ തന്നെ മാർക്ക് ചെയ്യാൻ നമുക്ക് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻഫാക്ട് എസ്പെഷ്യലി RPF കോൺസ്റ്റബിൾ പോലത്തെ എക്സാമിൽ ഒട്ടും തന്നെ നമുക്ക് അതിന്റെ നിർബന്ധമില്ല. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് വഴിയും ഇതേപോലത്തെ ആ ഒരു മെത്തേഡ്സ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് കണ്ടും നമ്മൾ ചെയ്തുമാണ് നമ്മളത് ആ ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് വഴി റീച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ വരുന്ന എക്സാംസിൽ നമുക്ക് നല്ലപോലെ ആ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യട്ടെന്ന് വിഷ് ചെയ്യുന്നു. സോ വരുന്ന സെഷൻസിൽ നമുക്ക് ഇനി കൂടുതൽ ഇതേപോലത്തെ ക്വസ്റ്റൻസും അതിന്റെ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഇനിയുള്ള സെഷൻസ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി. ആൻഡ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. വരുന്ന സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം.